ശരിക്കൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പാളിപ്പോയിട്ടുണ്ട്. എല്ലാം അങ്ങനെ പാളിപ്പോയിട്ടൊന്നും ഉണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഉദ്ദേശിച്ച റിസൾട്ടിലേക്ക് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ. ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പിക്ചറിനെ മാത്രം ബേസ് ചെയ്തിട്ട് ആ തീരുമാനത്തിലേക്ക് ഒരിക്കലും എത്തരുത്. മനസ്സിലായില്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രൊഡക്റ്റിന് നിലവിൽ മാർക്കറ്റിൽ നല്ലൊരു ഡിമാൻഡ് ഉണ്ട് എന്നത് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ആ പ്രൊഡക്റ്റിനെ ഇറക്കണമെന്ന് തീരുമാനിക്കരുത്. അതിന് പകരം ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാനോ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവാം. ഇതിനൊക്കെ പുറമെ കൃത്യമായിട്ടും ആ ഒരു ക്ലയന്റിനെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെലവ് ഉണ്ടാവാം. അവർക്കത് കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ഡെലിവറി കൊടുക്കാനൊരു ചിലവാവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ വരുന്ന ചില ഓപ്പറേഷണൽ എഫേർട്ടുകൾ ഉണ്ടാവും. കൂടുതൽ സൗകര്യങ്ങൾ വേണം, കൂടുതൽ സ്റ്റാഫിനെ വേണം. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വേണ്ടി വരും. ആഫ്റ്റർ സപ്പോർട്ട് വേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കണക്കിലെടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നിലധികം ഘടകങ്ങളെ ആശ്രയിച്ചിട്ട് അതിനൊക്കെ കണക്കിലെടുത്തിട്ട് വേണം അത് കൃത്യമായിട്ടും വേണോ വേണ്ടോ എന്ന് നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ എത്രത്തോളം കൂടുതൽ കാര്യങ്ങളെ ആശ്രയിച്ചിട്ട് കണക്കിലെടുത്തിട്ട് മാത്രം നമ്മൾ ആ തീരുമാനത്തിലെത്തുന്നോ അത്രത്തോളം കൃത്യമായിരിക്കും ആ തീരുമാനം. പാളിപ്പോവില്ല.